നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സർക്കിളിനകത്ത് ഇപ്പോൾ നമ്മൾ സർക്കിൾ വരച്ച് അതിന്റെ ഡയമീറ്റർ വരയ്ക്കുമെന്ന് വെച്ചോ. അങ്ങനെ ഡയമീറ്റർ വരച്ച് കഴിയുമ്പോൾ ഈ ഡയമീറ്ററിന്റെ എൻ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഈ ഒരു പോയിന്റ് ഒരു ട്രയാങ്കിളിനകത്ത് ഈ സി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന് പുറത്താണെങ്കിൽ, ഇഫ് യു ജോയിൻ ദ എൻഡ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ഈ ആംഗിൾ സി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 90 ആയിരിക്കും. ലെസ് ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ഈ പോയിന്റ് എപ്പോഴും എന്തായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കുവാണ്, ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ നമുക്ക് തന്നേക്കുവാണ് 70 ഡിഗ്രി ആന്ന് പറഞ്ഞ എ ബി എസ് എ ഡയമീറ്റർ. അങ്ങനെയാണ് ഈ സിയിലെ പോയിന്റ് എവിടെയായിരിക്കും? സി എന്ന് പറഞ്ഞ എപ്പോഴായിരിക്കും? ഈ സിയിലെ 70 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്സൈഡ് സർക്കിൾ ആയിരിക്കും. ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. സർക്കിളിന്റെ പുറത്തായിരിക്കും ഈ വാല്യൂ സി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യും, ഔട്ട്സൈഡ് സർക്കിളിലെ പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ എപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ഔട്ട്സൈഡ് സർക്കിൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നേക്കുവാണ് ഒരു ആംഗിൾ സി എന്ന് പറയുന്നത് നമുക്ക് 80 ഡിഗ്രി ആണെന്ന് വെച്ചോ. ഈ പോയിന്റ് എവിടെ ഇരിക്കും ശരിക്കും? സർക്കിൾ എ ബി എസ് ഐ ഡയമീറ്റർ ആണെങ്കിൽ ഈ ആംഗിൾ സി 80 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്സൈഡ് സർക്കിൾ ആയിരിക്കും. ഔട്ട്സൈഡ് സർക്കിളിന്റെ പുറത്തായിരിക്കും ഈ 80 ഡിഗ്രി എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ നോക്കാം, ഇവിടെ ഒരു സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ എ ബി എന്ന് പറഞ്ഞ ഡയമീറ്റർ ആണ്, എ ബി എസ് ഐ ഡയമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് വെറുതെ തന്നേക്കുക. ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയായിരിക്കും? എത്രയായിരിക്കും അതിന്റെ ആംഗിൾ? ലെസ് ദാൻ 90 ആയിരിക്കോ, ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കോ, ഈക്വൽ ടു 90 ആയിരിക്കോ? ഈ സർക്കിളിന്റെ പുറത്താണ് ഈ ആംഗിൾ കിടക്കണമെങ്കിൽ ഈ ആംഗിൾ ഡി എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു സർക്കിളിന്റെ ഔട്ട്സൈഡ് സർക്കിൾ ആണ് ട്രയാങ്കിളുടെ പോയിന്റ് വരണമെങ്കിൽ, ഒരു വെർട്ടെക്സ് വരുന്നതെങ്കിൽ എപ്പോഴും ആ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പോയിന്റ് എത്രയായിരിക്കും? ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ലെസ് ദാൻ 90 ഡിഗ്രി വന്നാൽ എപ്പോഴും എന്തായിരിക്കും? ആ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിളോട് നോക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. എക്സാമ്പിൾ എ ബി എസ് എ ഡയമീറ്റർ ആൻഡ് സി ഇസ് പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, സി ഇസ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. അങ്ങനെയാണ് ഈ വാല്യൂവിനകത്ത് ഏതാണ് നമുക്ക് വരാൻ സാധ്യതയുള്ള മെഷർമെന്റ്? അപ്പൊ നമ്മൾ നോക്കണം, ഔട്ട്സൈഡ് സർക്കിൾ അല്ലേ? ഔട്ട്സൈഡ് സർക്കിൾ ആണെങ്കിൽ നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഏതാ മക്കളെ? 90 ഡിഗ്രിയേക്കാൾ കുറവ് വരുന്നത് എ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഈസ് എ വരും.